MBBS പഠിച്ചിറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ 3-4 ഡിഗ്രി ഉള്ള ഒന്നിനും കൊള്ളാത്ത ഡോക്ടേഴ്സുമാരുണ്ട്. അതായത് ചികിത്സിക്കാൻ ഒട്ടും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്. ഞാൻ അവിടെ തുറന്നു പറയാണ്, അമേരിക്കയിലൊക്കെ നേഴ്സ് പറയുന്നത് ഡോക്ടർമാർ കേൾക്കും. അപ്പൊ ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഈ ഫാറ്റ് ബേൺ ആവുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് നടന്ന് ഇപ്പൊ എത്ര വേണം നടന്നു, 10 കിലോമീറ്റർ 12 കിലോമീറ്റർ നടന്നു, പക്ഷെ അതുകൊണ്ടൊന്നും ഫാറ്റ് ബേൺ ആകത്തില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് എന്താ അടങ്ങിയിരിക്കുന്നത്? മദ്യവും പാറ്റയാണ്. സമൂഹത്തിൽ തുല്യത വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ മദ്യപിക്കുന്ന പോലെ തന്നെ ഞങ്ങളും മദ്യപിക്കണം എന്നുള്ള രീതിയിലൊക്കെ യുവാക്കളുടെ ഇടയിലൊക്കെ പെൺകുട്ടികളും മദ്യപിക്കുന്ന ഒരു ട്രെൻഡ് ഒരുപാട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന്റെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ് ഈ സ്ത്രീകൾ മദ്യപിക്കുന്നത് ആണുങ്ങളെക്കാളും ഒരുപാട് ഇരട്ടി ദോഷകരമാണെന്ന്. സ്ത്രീകളുടെ ഒരു ജനറ്റിക്സും അവരുടെ ബോഡീസിലുള്ള ചില എൻസൈംസ്, കെമിക്കൽസ്, ഈ ഓക്കെ, എസ്പെഷ്യലി ഇപ്പൊ ആൽക്കഹോൾ നമ്മൾ കഴിക്കുമ്പോൾ ആൽക്കഹോളിനെ മെറ്റബോളൈസ് ചെയ്യാൻ, അതായത് ആൽക്കഹോൾ അകത്ത് ചെന്നിട്ട് അതിനെ പല ഫോമിലാക്കി ടോക്സിക് ഫോംസും അല്ലാതെ ഫോംസ് ഒക്കെ ആക്കി മാറ്റി നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാനാണ് നമ്മുടെ ബോഡി ശ്രമിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ലിവറാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള പല പല എൻസൈംസ്, പല പല കെമിക്കൽസ് നമ്മുടെ ലിവറിലുണ്ട്. അപ്പൊ ചില കെമിക്കൽസ് ഈ ജനറ്റിക് ഡിഫറൻസ് ആയത് കാരണം ചില കെമിക്കൽസിന്റെ അളവൊക്കെ സ്ത്രീകളിൽ കുറവാണ് നാച്ചുറലി. അപ്പൊ അങ്ങനെയുള്ളപ്പം അവർ മദ്യപിക്കുമ്പോൾ, അതായത് ഇപ്പൊ ഒരു വ്യക്തി, ഒരു ആണ് ഒരു 100 ml മദ്യം കഴിച്ചുള്ള പ്രശ്നം വരുമ്പം ഒരു സ്ത്രീ 10 ml എടുത്താൽ മതി ആ സെയിം പ്രശ്നം വരാൻ. 10 ml മതി. അതായത് 100 ml ഉള്ള സൈഡ് എഫക്റ്റ് ആണുങ്ങളിൽ വരുന്നത് സ്ത്രീകളിൽ 10 ml ചിലപ്പോൾ വരാം. അപ്പൊ ലോവർ എമൗണ്ട്, അതായത് കുറഞ്ഞ അളവിൽ ആൽക്കഹോളിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് സ്ത്രീകളിൽ സിറോസിസ് നേരത്തെ ചിലപ്പോൾ വരും, നന്നായിട്ട് മദ്യപിക്കുന്നവരിൽ. സ്ത്രീകൾ മദ്യം തൊടാനേ പാടില്ല, ആരും മദ്യം തൊടാൻ പാടില്ല, ആണുങ്ങൾ. അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ടല്ലോ, കുറച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്, ചില അസുഖങ്ങൾ മാറും. യഥാർത്ഥത്തിൽ എത്രയെങ്കിലും കുറച്ച് അളവ് മദ്യം സേഫ് ആണോ? അത് വിവരക്കേടുകൊണ്ട് പറയുന്ന കേട്ടോ. പണ്ടത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഫ്രഞ്ച് സ്റ്റഡി ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ആ സ്റ്റഡി പറഞ്ഞത് വൈൻ ആൽക്കഹോൾ ആണല്ലോ. ഇത് എനിക്കൊന്ന് എല്ലാം മലയാളോട് എനിക്ക് പറയാനുണ്ട്. വൈനും മദ്യമാണ്, ബിയറും മദ്യമാണ്. പലര് ബിയർ മദ്യമല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അതെ, വിസ്കി അങ്ങനെയൊന്നുമില്ല, വിസ്കി വളരെ ആരോഗ്യം നൽകുന്ന ഒരു സാധനമാണ് എന്നും പറയാറുണ്ട്. അത് സിംഗിൾ മോൾട്ട് ഭയങ്കര ഹെൽത്തി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 40% ആൽക്കഹോൾ ആണ് അത് സിംഗിൾ മോൾട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഫ്രഞ്ച് സ്റ്റഡിയിൽ പറഞ്ഞത് വൈൻ കുടിക്കുന്ന ഇറ്റാലിയൻസിലും ഫ്രഞ്ച് ആൾക്കാരിലൊക്കെ അവരുടെ ഹാർട്ടിന്റെ അസുഖങ്ങൾ കുറയുകയും അവർക്ക് ഈ ആയുർദൈർഘ്യം കൂടി കിട്ടുകയും ചെയ്യുന്നതാണ് അന്നത്തെ ആ പഠനം പറഞ്ഞത്. പക്ഷെ പിന്നീട് പഠനങ്ങൾ മനസ്സിലാക്കിയത് അന്ന് അവർ മദ്യപിച്ചുകൊണ്ടല്ല അവർക്ക് ബെറ്റർ ഹെൽത്ത് വന്നത്, ആയുർദൈർഘ്യം കൂടി അതുകൊണ്ടല്ല. അവർ വളരെ നല്ല വേറെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരായിരുന്നു. നല്ല എക്സസൈസ്, പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുന്നു, നല്ല സ്ലീപ്പ്, അതൊക്കെ കൂടിയാണ് അവരുടെ ആയുർദൈർഘ്യം കൂടിയത്, അല്ലാതെ മദ്യം കൊണ്ടല്ല. അപ്പൊ മദ്യം കഴിച്ചവരിൽ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയപ്പം അവർക്ക് ആക്ച്വലി ആയുർദൈർഘ്യം കുറഞ്ഞതേ ഉള്ളൂ. ഇതിനാണ് ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറയും. ഇപ്പൊ ഇപ്പോഴും ചില കാർഡിയോളജിസ്റ്റ്, ഈ ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ്, ഇപ്പോഴും ചില ആൾക്കാരോട് ഇപ്പോഴും പറയും, നിങ്ങൾ എല്ലാ ദിവസവും 2 സിംഗിൾ മാൾട്ട് അടിക്കും, നിങ്ങളുടെ ഹാർട്ടിന് നല്ലതാണ്. തെറ്റാണ്. അത് ഭയങ്കര തെറ്റാണ്. അത് ആക്ച്വലി നോൺസെൻസ് എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഈ ചെറിയ തോതിലുള്ള ആൽക്കഹോളും ഇപ്പൊ നമുക്ക് ഹാനികരമാണെന്നുള്ളതിന്റെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഏത് തരത്തില്? അത് ഹാർട്ടിനെ ബാധിക്കത്തില്ലായിരിക്കും, പക്ഷെ ക്യാൻസറുകൾ 21 തരത്തിലുള്ള വ്യത്യസ്തമായ പലതരത്തിലുള്ള ടെറിബിൾ ആയിട്ടുള്ള ക്യാൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ പലരിലും ഡയഗ്നോസ് ചെയ്യുന്നത് ഈ കുറച്ച് മദ്യപിക്കുന്ന ആൾക്കാരിൽ. അതുകൊണ്ട് ഈ മദ്യം മൂലം നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും ഇല്ല. WHO തന്നെ പറയുന്നുണ്ട്, വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ പറയുന്നുണ്ട്, ലോ ലെവൽസ് ഓഫ് ആൽക്കഹോളിലും ക്യാൻസറും ഹാർട്ട് ഡിസീസും സ്ട്രോക്കും ഒക്കെ വരാം. അപ്പൊ മദ്യം വിഷമാണെന്ന് പറയുന്നത് വളരെ സത്യമാണ്. ഒരു തുള്ളിയാണെങ്കിൽ ഒരു തുള്ളി കഴിച്ചാൽ പോലും പ്രശ്നമാണ്. ഒരു സിംഗിൾ ഡ്രിങ്കില് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ബ്രെയിൻ ഡീജനറേഷൻ എന്ന് പറയും. നമ്മുടെ മസ്തിഷ്കത്തിന്റെ അളവ് കുറയും. അതാണ് കുറെ നാള് റെഗുലർ ആയിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ, അവര് ഭയങ്കര മദ്യപാനികളായിരിക്കത്തില്ല. അതായത് ഭയങ്കര ഹെവി ഡ്രിങ്കേഴ്സ്, ഈ കുടിയൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലെ ആയിരിക്കത്തില്ല. അവർ ചിലപ്പോൾ വീക്കെൻഡ്സ് ആയിരിക്കും, സാറ്റർഡേ സൺഡേ മാത്രമേ കഴിക്കുള്ളൂ, പക്ഷെ റെഗുലർ ആയിട്ട് കഴിക്കും. അങ്ങനെയുള്ളവരിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് കാണാം അവരുടെ മസ്തിഷ്കത്തിന്റെ അളവ്, ബ്രെയിനിന്റെ അളവ് കുറയുന്നു. അവർക്ക് പല കാര്യങ്ങളും ഓർക്കാൻ പറ്റുന്നില്ല, മെമ്മറി ലോസ് ഒക്കെ വരാൻ തുടങ്ങുന്നു. അതാണ് ബ്രെയിൻ ഡീജനറേഷൻ. അത് ആ ഫസ്റ്റ് ഡ്രിങ്കിൽ തന്നെ വരും. ഓക്കെ. എന്നിട്ടും ആളുകൾ പറയുന്നത്
നല്ല കലാബോധമുള്ളവരും എഴുത്തുകാരും ഒക്കെ നല്ല മദ്യപിക്കുന്നവരാണ്, പലതും വലിച്ചിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അങ്ങനെ ഉള്ള പല കലാകാരെയും എഴുത്തുകാരുടെയും ഒക്കെ കരൾ മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതും 40 വയസ്സിലും 38 വയസ്സിലൊക്കെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല. അല്ല, പൊതുജനങ്ങളുടെ ഒരു ഇതാണ് കേട്ടോ. അതെ അതെ കറക്റ്റ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ നിന്ന് ഒരുപാട് യുവജനങ്ങള്, പലരുടെയും സ്വപ്നം തന്നെ എങ്ങനെയെങ്കിലും കാനഡയിലും UK ഒക്കെ എത്തുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ ചെല്ലുന്ന പലരും പറയുന്നതാണ്, ഇപ്പോഴാണ് നമ്മുടെ നാടിന്റെ വില അറിയുന്നത്. ഒരു ഡോക്ടറെ കാണാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറെ കാണാനായിട്ട് അവിടെ മാസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇവിടുത്തെ അത്ര നല്ല ചികിത്സ കിട്ടുന്നില്ല. പക്ഷേ കേരളത്തിലുള്ളവർക്ക് ഈ ഒരു ബോധം ഇല്ല എന്നും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ വൈദ്യശാസ്ത്ര സാധ്യതകൾ, അത് ഉപയോഗിക്കുവാനുള്ള എളുപ്പത്തിലുള്ള അവസരങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യത്തെ ഡോക്ടർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് താങ്കളുടെ അച്ഛനൊക്കെ വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്, ഗ്യാസ്ട്രോഎൻട്രോളജി മേഖലയിലുമൊക്കെ. ഇത് എനിക്ക് 2 തരത്തിലാണ് പറയേണ്ടത്. ഒന്ന്, നമ്മുടെ ഇവിടുത്തെ ഈ ആരോഗ്യ മേഖലയിലുള്ള സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടല്ലോ, വളരെ വ്യത്യസ്തമാണ്, വളരെ ഓപ്പൺ ആണ്. ഇപ്പം അതിൽ ഗുണങ്ങളും ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു സബ് സ്പെഷ്യലിസ്റ്റ് ആണ്. നമുക്ക് ശരിക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ശരിക്കും ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ട, ഫോളോ അപ്പ് ചെയ്യേണ്ട, മാനേജ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യേണ്ട രോഗികളെയാണ് കാണേണ്ടത്, ലിവർ പേഷ്യൻസിനെ. പക്ഷെ ഞാനിപ്പോൾ കുറേ പേഷ്യൻസിലെ കാണുന്നത് പലരിലും കരൾരോഗം ഇല്ല. അവർക്ക് ജസ്റ്റ് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ മാത്രം മതി, മരുന്നുകൾ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ സിമ്പിൾ ഫ്ലാറ്റ് ലിവർ ഒക്കെ ആയിട്ട് വരുന്നു, അല്ലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങൾ അതിനകത്ത് കാണുന്നു. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ നേരെ എൻ്റെ അടുത്താണ് വരുന്നത്. പക്ഷെ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവരുടെ സിസ്റ്റം അനുസരിച്ച് ഒരു ജനറൽ പ്രാക്ടീഷണർ, ഒരു GP അല്ലെ ഒരു പ്രൈമറി കെയർ ഫിസിഷ്യൻ ആദ്യം അവരെ കാണുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അവരതിൽ സെറ്റിലാണ്, മുകളിലോട്ട് വരുന്നില്ല. അതായത് ഇപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിൽ ഇപ്പൊ ഒരു ലിവർ ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിറോസിസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ സബ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഹെപ്പറ്റോളജിസ്റ്റ് എടുത്തോട്ട് അവിടെ പോകുള്ളൂ. അപ്പോൾ ഇവിടെ കാര്യം നമുക്ക് എല്ലാം വളരെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഡോക്ടേഴ്സിനെ വളരെ അപ്രോച്ചബിൾ ആണ്. ഇപ്പം ഒരു ഹെപ്പറ്റോളജിസ്റ്റിനെ കാണണമെങ്കിൽ ഒരാൾക്ക് അപ്പം തന്നെ അപ്പോയിൻമെന്റ് എടുത്ത് തന്നെ ഒന്ന് കാണാം, അതിൻ്റെ ഇടയ്ക്ക് ബ്ലോക്സ് ഒന്നും ഇല്ല. പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ശരിക്കും എന്നെ കാണേണ്ട ഒരു പേഷ്യന്റിന്റെ ചാൻസ് അവിടെ പോവാണ്. അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് കുറേ പേഷ്യൻസിനെ കാണുന്നുണ്ട്. മരുന്ന് പോലും വേണ്ട, വലിയ അസുഖമൊന്നുമില്ല, ജസ്റ്റ് ജീവിതശൈലിയുള്ള മാറ്റങ്ങളും ഇതുപോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളായിട്ട് അനാവശ്യമായിട്ട് കുറേ പേഷ്യൻസിനെ നമ്മൾ ഈ ഡെയിലി OPD കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ വളരെ നല്ലതാണ്. നമുക്ക് വേണ്ട പോലെ അത്യാവശ്യമുള്ള കറക്റ്റ് ആയിട്ട് ചാനലൈസ് ചെയ്ത് പേഷ്യൻസിനെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും, അവിടെ ഡോക്ടേഴ്സിന്റെ നമ്പേഴ്സ് കുറവായിരിക്കാം പല സ്ഥലങ്ങളിലെ. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ശരിക്കും അസുഖമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഒരാളെ കാണാനുള്ള ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഇന്ന് മിനിങ്ങാന്ന് തന്നെ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് ഒരു റെഫറലായിട്ട് വന്നു. കരളില് ഒരു മുഴ കണ്ടു, ഒരു വിശപ്പില്ലായ്മയൊക്കെ ആയിട്ട്, തൃശ്ശൂരുള്ള രോഗി വിശപ്പില്ലായ്മയൊക്കെ ആയിട്ട് അവിടെ ഒരു ജനറൽ പ്രാക്ടീഷണർ എടുത്തു പോയി. ആ ജനറൽ പ്രാക്ടീഷണർ പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്യുക, ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ അൾട്രാസൗണ്ടിൽ ലിവറിൽ ഒരു മുഴ കണ്ടു, കരളിലൊരു മുഴ. അപ്പം തന്നെ എൻ്റെ അടുത്താണ് അദ്ദേഹം റെഫർ ചെയ്തത്. അപ്പം അത് കറക്റ്റാണ് റെഫറിൽ. എൻ്റെ അടുത്ത് വന്നു, നമ്മൾ രാവിലെ പേഷ്യന്റിനെ കണ്ടു, ഉച്ചയ്ക്ക് പേഷ്യന്റ് CT സ്കാൻ ചെയ്തു, വൈകുന്നേരം പേഷ്യന്റിന്റെ ഡയഗ്നോസിസ് ആയി, അടുത്ത ദിവസം പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. അത് ഒരിക്കലും ഒരു സ്ഥലത്തും പുറത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. പുറത്തൊക്കെ ചിലപ്പോൾ ഒരു CT സ്കാനിന് വേണ്ടി ഒരു 5 മാസമൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരാം. അപ്പൊ അങ്ങനെ മോശപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് മോശപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇല്ല. എന്നുവെച്ചാൽ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. ഭയങ്കര പ്രശ്നമുള്ള രോഗികളെ കറക്റ്റായിട്ട് ആ സിസ്റ്റത്തിൽ കൂടെ അവർ നോക്കുന്നുമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പൺ സിസ്റ്റം ആയതാരണേ ആൾക്കാർക്ക് ഇവിടെ ഈ ഡോക്ടർമാർക്ക് വിലയില്ല. നമ്മളെ രാത്രി 10:30ക്കും 11 മണിക്കൊക്കെയാണ് വിളിച്ച് ഗ്യാസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറയുന്നത്. നമ്മുടെ നമുക്ക് ഫാമിലിക്ക് കൊടുക്കുന്ന സമയവും ഇവര് കളയാണ്. നമുക്ക് ശരിക്കും 9 to 5 ഹോസ്പിറ്റൽ വർക്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളുണ്ടല്ലോ, കുടുംബമുണ്ട്, വേറെ ഇപ്പം പ്രസന്റേഷൻസ് കാണും, ടീച്ചിങ് കാണും, ക്ലിനിക്കൽ റിസർച്ച് കാണും, മീറ്റിംഗ്സ് കാണും. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അതുകൊണ്ട് ഡോക്ടർമാർ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന കാരണം ഡോക്ടർമാർക്ക് ഇവിടെ നാട്ടിൽ വിലയില്ല. എനിക്ക് തുറന്നൊരു കാര്യം പറയാനുള്ളത് ഇതാണ്, ആർക്കും വിലയില്ല. അതുപോലെ പല ഇപ്പൊ ഒരുപാട് ന്യൂസുകളൊക്കെ വരുന്നുണ്ടല്ലോ, ഡോക്ടർമാരോട് കയർത്തു അക്രമങ്ങൾ കാണിക്കുന്നു. അതെ അതെ. അപ്പം അതായത് നമ്മള് ഡോക്ടർമാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. ഡോക്ടർമാർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും ഉണ്ട് റെസ്പോൺസിബിലിറ്റി.
എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റീസ് ഒരുമിക്കണം, എന്നാലേ നമുക്കൊരു കറക്റ്റായ രീതിയിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്പേസും വേണം. ഡോക്ടർമാർക്ക് ഒരു സ്പേസ് കൊടുക്കണം, രോഗികളുടെ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ രോഗികളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതെല്ലാം കണ്ടറിഞ്ഞുള്ള ഒരു സിസ്റ്റം വേണം. ഇപ്പോൾ ഉള്ള സിസ്റ്റം അങ്ങനെയല്ല. അത് മാത്രമല്ല, ഇവിടുത്തെ വേറൊരു രീതി എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും ഡോക്ടർമാർ ബെറ്റർ ആണ് എന്നുള്ളത്. അതായത് സീനിയർ ആയിട്ടുള്ള ഡോക്ടർമാരെയാണ് കൂടുതൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യം, ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാരെ കാണാൻ താല്പര്യമില്ല. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാർക്കാണ് ശരിക്കും കൂടുതൽ വിവരം ഉള്ളത്. അതായത് ലേറ്റസ്റ്റ് കാര്യങ്ങൾ അറിയാവുന്നതും പുതിയ പുതിയ ചികിത്സാ രീതികൾ അറിയാവുന്ന ഒക്കെ ജൂനിയർ ഡോക്ടേഴ്സിനാണ്. അവരാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർമാരെ കൂടുതൽ നമ്മൾ പോകണം എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ പ്രായമുള്ള ഡോക്ടർമാർക്ക് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടല്ലോ, 70-75 വയസ്സൊക്കെ ആകുമ്പോൾ ഡോക്ടർമാരൊക്കെ റിട്ടയർഡ് ആയിട്ട് അവർ പുറത്തൊരു ബീച്ചിൽ പോയിരുന്ന് ബുക്കൊക്കെ വായിക്കുകയാണ്. എൻ്റെ ഫാദറിന് ഇപ്പോൾ 75 വയസ്സ് കൂടുതലായി. അദ്ദേഹം രാവിലെ മുതൽ രാത്രി 8 മണി വരെ ഇപ്പോഴും ജോലിയാണ്. അത്രയ്ക്ക് പേഷ്യൻസ് ആണ്. അപ്പൊ അദ്ദേഹത്തെ കാണേണ്ട കാര്യങ്ങളൊക്കെ വേറെ ജൂനിയർ ഡോക്ടേഴ്സ് പലരും ഉണ്ട്, അവർക്ക് കണ്ടു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആളുകൾക്ക് അതിപ്പോ ഞാൻ എന്റെ പേരൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ന് നോക്കാറുണ്ട് കേട്ടോ. അവിടെ ഏറ്റവും മെയിൻ അവിടുത്തെ പ്രായമുള്ള ഡോക്ടർ ആരാണോ ഒരു 3-4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അതെ, ഇപ്പൊ എനിക്കധികം പ്രായമില്ല, പക്ഷെ എന്നെ കണ്ട നല്ല പ്രായം പറയും, നരയൊക്കെ ഉള്ളാറുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് വരുന്നുണ്ട്. പല ഡോക്ടർമാരെയും കാണാൻ പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒന്ന് കേൾക്കാനുള്ള മനസ്സുപോലും കാണിക്കാതെ പെട്ടെന്ന് മരുന്ന് എഴുതി നമ്മളെ ഒന്ന് വഴക്ക് പറഞ്ഞു വിടുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊന്നും പറഞ്ഞു തരാതെ ഈ മരുന്ന് കഴിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ ആജ്ഞാപിക്കുന്നത് പോലെയുള്ള ചില അനുഭവങ്ങളും ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ, അതുപോലെ ഒരു ബിസിനസ്സായിട്ട് മാത്രം, ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ പ്രശ്നമല്ല, അത് അപ്ലൈ ചെയ്യുന്ന രാജ്യത്തെ ഭരണാധികാരികളുടെ ഒക്കെ പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ ഈ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പല ഡോക്ടർമാരും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം. അതിന് മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഈ MBBS ഒക്കെ എടുക്കണമെങ്കിൽ കോടികളൊക്കെ പലയിടത്തും ചിലവാകുന്നു. അപ്പോൾ ആ കാശ് തിരിച്ചു പിടിക്കേണ്ടതും ഇവരുടെ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ്? ഇവിടെ പരിഹാരം എന്ന് ചോദിച്ചാൽ ഇപ്പൊ പെട്ടെന്ന് പരിഹാരങ്ങൾ പറയാൻ ഭയങ്കര പാടാണ്. പക്ഷെ അതിനകത്തൊരു സിസ്റ്റം ഉണ്ട്. ഇത് ഒന്ന്, നമ്മളുടെ ഇപ്പൊ നാട്ടില് MBBS MD DM, ഇപ്പം MBBS പഠിച്ചിറങ്ങിയിട്ട് ഒരു കാര്യമില്ല ഇവിടെ. എന്നുവെച്ചാൽ MBBS ലെവലില് ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ അവർക്ക് പ്രാക്ടീസ് കൊടുക്കാനും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള പ്രാക്ടീസ് കൊടുക്കാനും ഇതുവരെയും ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഒന്ന്, ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ MBBS ഡോക്ടേഴ്സിന്റെ ഭയങ്കര ആവശ്യമുണ്ട്. ഇപ്പൊ റൂറൽ ഏരിയാസിൽ ഇപ്പൊ തന്നെ എൻ്റെ പല പേഷ്യൻസിലും അവർക്കിപ്പം ഒരു സിറോസിസ് രോഗിയിൽ പനി വന്നു. അപ്പൊ അവർക്ക് പേടിയാണ് പാരസ്റ്റമോൾ കഴിക്കാൻ. എല്ലാവർക്കും പേടിയാണ് പാരസ്റ്റമോൾ കഴിക്കാൻ. എല്ലാവരും വിചാരം പാരസ്റ്റമോൾ കഴിച്ചാൽ ലിവർ അപ്പം അങ്ങ് പോകുന്നുള്ളതാണ്, കെട്ടുപോകുന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര സേഫ് മെഡിസിൻ ആണ്. സിറോസിസ് രോഗികൾ ഞങ്ങൾ പാരസ്റ്റമോളാണ് കൊടുക്കുന്നത്, പനിക്കും വേദനയ്ക്കൊക്കെ. ഒരു കുഴപ്പമില്ല. 2 ഗ്രാം വരെ ഒരു ദിവസം കൊടുക്കാം. അങ്ങനെ 3-4 ദിവസം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു നോളജ് ഒരു ഡോക്ടർക്ക് വേണം. അപ്പോൾ ഒരു MBBS ഡോക്ടറിന് ഇത് അറിയാമെങ്കിൽ, ആ MBBS ഡോക്ടറിന് ആ രോഗിയെ കണ്ട് മനസ്സിലാക്കി അത് കൊടുക്കാമെങ്കിൽ ആ രോഗിക്ക് കണ്ണൂരിൽ നിന്ന് എന്നെ കാണാൻ അത്രയും ദൂരം വരേണ്ട ആവശ്യമില്ല. അപ്പം പല ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനത്തെ രോഗികൾ പലരും ഉണ്ട്. അവരെ മാനേജ് ചെയ്യാൻ ശരിക്കും നമുക്ക് MBBS ലെവലിലുള്ള ഡോക്ടേഴ്സ് കുറേ പേര് വേണം, നല്ല പബ്ലിക് ഈ പ്രൈമറി കെയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ തരത്തിലുള്ള ഒരു ടീച്ചിങ്ങോ ഒരു സിസ്റ്റം അല്ല ഇപ്പൊ MBBS പഠിച്ചിട്ട് ഇറങ്ങുന്ന കുട്ടികളുടെ മനസ്സിൽ MD എത്രയും പെട്ടെന്ന് എടുക്കണം, അല്ലെ MS എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ്. അപ്പൊ അങ്ങനെയാണ് ആ സിസ്റ്റം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ MD എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അയ്യോ MD കിട്ടിയിട്ടും കാര്യമില്ല, DM എടുക്കണം, എന്നാലേ നമുക്ക് വാല്യൂ ഉള്ളൂ. ഇപ്പൊ പേഷ്യൻസും നോക്കുമ്പം ഇവന് 2 ഡിഗ്രി ഉള്ളൂ, ഇവന് 3 ഡിഗ്രി ഉണ്ട്, അങ്ങോട്ട് പോകും. അപ്പൊ സമൂഹം തന്നെ ഒരു തരം ഇൻഡോക്ട്രിനേഷനാണ്. സമൂഹം തന്നെ ഇങ്ങനെ ആക്കി വെച്ചേക്കാണ് ഡോക്ടർമാരെ. അതായത് ഒരു MBBS ഡോക്ടറിന് വാല്യൂ ഇല്ലാത്തൊരു സമൂഹം. അതുപോലെ തന്നെ 3-4 ഡിഗ്രി ഉള്ള ഒന്നിനും കൊള്ളാത്ത ഡോക്ടേഴ്സുമാരുണ്ട്. അതായത് ചികിത്സിക്കാൻ ഒട്ടും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്. ഞങ്ങളെ തുറന്നു പറയാണ്, വളരെ മോശമായ രീതിയിൽ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന വലിയ ഡിഗ്രിയുള്ള ഡോക്ടർമാരുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് വരുന്നില്ല. അത് നമ്മുടെ ഇവിടുത്തെ ടീച്ചിങ് സിസ്റ്റമേ ശരിയല്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ ഒന്ന്, പലരും ഞാൻ ഒക്കെ MBBS എടുത്ത സമയത്ത് എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. നീ ഒന്ന് എഞ്ചിനീയർ ആണ്, അല്ലെ ഡോക്ടറാണ്. എന്റെ ചേട്ടൻ ഏതാണ്ട് പുള്ളി ഓടിപ്പോയി എഞ്ചിനീയറിംഗ് എടുത്തു. അപ്പൊ എനിക്ക് പിന്നെ ഡോക്ടറാകാൻ പറ്റൂ. എനിക്ക് ശരിക്കും മീഡിയ ആൻഡ് തിയേറ്റർ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു.
എനിക്ക് ശരിക്കും എഴുതാനായിരുന്നു താല്പര്യം. പക്ഷെ ഇപ്പൊ നമ്മൾ എഴുതുന്നുണ്ട്, നമ്മുടെ ഒരു ബുക്ക് പുറത്തിറങ്ങുന്നുണ്ട് ഈ വരുന്ന ഏപ്രിലിൽ. വലിയൊരു പബ്ലിഷറാണ്, ഹാർപ്പർ കോളിൻസ് ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത്, ഒരു നോൺ ഫിക്ഷൻ ബുക്ക്. അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു ബുക്ക് എഴുതാൻ. ഞാനത് എഴുതി, എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ പക്ഷെ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ. നീ ബുക്ക് എഴുതാൻ പോകണമെന്ന് ചോദിച്ചാൽ നമുക്ക് തല്ലി കിട്ടും. അപ്പൊ ഞാൻ ഡോക്ടറായി. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല പല ഓപ്ഷൻസ് ഉണ്ട് ആൾക്കാരിൽ. ഇപ്പം MBBS എടുത്തു കഴിഞ്ഞാൽ, അന്ന് MBBS MD ഒക്കെ എടുത്താൽ ആൾക്കാർ ഹാപ്പി ആയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇനിയിപ്പോൾ MBBS MD എടുത്ത് DM ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉള്ളെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി സൊസൈറ്റി അങ്ങ് തീരുമാനിച്ചേക്കാണ്. അപ്പൊ അതനുസരിച്ച് പിള്ളേരൊക്കെ ബുദ്ധിമുട്ടാണ്. പലരും പറയുന്നുണ്ട് MBBS കഴിഞ്ഞ ഒരാൾക്ക് 15,000 രൂപയാണ് ഏതോ ഒരു ക്ലിനിക്കിൽ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഓരോ സംസാരം. അതെ, ഇപ്പം MBBS കഴിഞ്ഞ ഒരാൾക്ക് 10,000 രൂപ കൊടുക്കണം. പക്ഷെ അതിന് പകരം ബാംസ് ആയുർവേദത്തിന്റെ ഉണ്ടല്ലോ, അല്ലെ BHMS, അല്ലെ ബംസ് യുനാനി, ഇതൊക്കെ ചെയ്ത ആൾക്കാർക്ക് 4,000 രൂപ കൊടുത്താൽ മതി. വലിയ വലിയ ഹോസ്പിറ്റലിൽ ചിലപ്പം അങ്ങനെ ആൾക്കാരെ ICUലൊക്കെ നിർത്തി ഇപ്പൊ പണിയിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ MBBSകാരുടെ വാല്യൂ പോവാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് ഇപ്പം പുറത്തോട്ടൊക്കെ പോയി പഠിക്കുന്നതും അവിടെ കുറച്ചുകൂടി ബെറ്റർ ലൈഫ്, ബെറ്റർ പേ ഒക്കെ വേണ്ടി നോക്കുന്നത്. അപ്പം നമ്മുടെ ഈ സിസ്റ്റം തന്നെ തെറ്റാണ്. അതായത് ഈ കോളേജിൽ കയറി ഒന്ന് കയറാൻ തന്നെയുള്ള ബുദ്ധിമുട്ട്, ഈ നീറ്റ് അതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോലാഹലമാണ് ഇപ്പം നടക്കുന്നത്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണ്. ഇപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ MBBS തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് 5 ഇയേഴ്സിന്റെ. അതായത് MDയിലോട്ട് കയറിയ പ്രൈവറ്റിലേക്കാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. DM ഒക്കെ പ്രൈവറ്റിൽ കയറിയാൽ അതിനേക്കാൾ എക്സ്പെൻസ്. പിന്നെ പല പല കോട്ടാസും അതൊക്കെ പിന്നെ പൈസ പോകുന്നു. പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഇപ്പൊ ബോണ്ട് വന്നിട്ടുണ്ട്. പലരും 1 കൊല്ലം റൂറൽ അല്ല സ്ഥലത്ത് പോയിട്ട് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തില്ലെങ്കിൽ അത് ആ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടി ഇത്രമാത്രം പൈസ ഗവൺമെന്റിന് കൊടുക്കണമെന്നുണ്ട്. അപ്പൊ പലരിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പം ചെലവ് നോക്കി ഇത്രയും പഠിക്കാൻ വേണ്ടി, അത് ഞാനൊക്കെ മെഡിസിൻ പഠിച്ച 15 കൊല്ലമാണ്, 14 to 15 ഇയേഴ്സ് ഞാൻ മെഡിസിൻ പഠിച്ചത്. അപ്പൊ അത്രയും വർഷം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നികത്താൻ നോക്കും. പല കുട്ടികൾക്കും ലോൺസ് ഇഷ്ടം പോലെയാണ്, സ്റ്റുഡന്റ് ലോൺസും ഒക്കെ ഇഷ്ടം പോലെയാണ്. അപ്പൊ അതൊക്കെ അവരെന്ത് ചെയ്യും? അപ്പൊ അവരുടെ പ്രയോറിറ്റി അതാണ്, രോഗികളല്ല. ഇതെങ്ങനെ അവരുടെ ഈ ബാധ്യതകളും കടങ്ങളൊക്കെ ഒന്ന് തീർക്കണം. അപ്പൊ അതിനുവേണ്ടി അവർ എന്ത് തരത്തിലുള്ള ഒരു ബിസിനസ് മോഡലിലും തയ്യാറാകുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കറക്റ്റാണ്. ഡോക്ടർമാർക്ക് ശരിക്കും പറഞ്ഞാൽ രോഗികളെ നന്നായിട്ട് കണ്ട് ചികിത്സിച്ച് വിടണം എന്നാണ്. എല്ലാ ഡോക്ടർമാരും ഈ മെഡിസിൻ എടുക്കുന്ന പലരിലും ആ ഒരു നല്ലൊരു വിഷനാണ്. അതായത് നല്ലത് ചെയ്യണമെന്ന് പറയാൻ വരുന്നത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ അവരിങ്ങനെ മാറ്റുകയാണ്. അപ്പം നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പം എൻ്റെ ഫാദർ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജനറേഷൻ ഡോക്ടർ അല്ല, ഞാൻ സെക്കൻഡ് ജനറേഷൻ ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ട്. ഈ ഫസ്റ്റ് ജനറേഷൻ ഡോക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അവരെയൊക്കെ ശരിക്കും നല്ല രീതിയിൽ പഠിപ്പിച്ചിറക്കി ഗവൺമെന്റിന് തന്നെ ചെയ്യാം. ഗവൺമെന്റ് തലത്തിലുള്ള സ്റ്റുഡന്റ് ലോൺസും കാര്യങ്ങളും അതൊക്കെ ചെയ്ത്, ഇപ്പൊ അമേരിക്കയിലൊക്കെ അങ്ങനെ പല പല സിസ്റ്റംസ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം പിടിച്ചു കെട്ടി അങ്ങ് ഇടുകയാണ് ഒരു സിസ്റ്റത്തിനകത്തോട്ട്. അതുകൊണ്ട് അതിനകത്തുനിന്ന് എങ്ങനെയൊക്കെ പയറ്റി തെളിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ടാണ് ഈ ഡോക്ടർമാർ ഇങ്ങനത്തെ വേണ്ടാത്ത പ്രാക്ടീസ് എനിക്കൊന്ന് ബൈ ഫോഴ്സ് ആണ് അവരെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു കൺട്രോൾ കൊണ്ടുവരേണ്ടതാണല്ലോ. ഇപ്പൊ ഡോക്ടർമാരുടെ കാര്യത്തിനപ്പുറം നേഴ്സിംഗ് തന്നെ പഠിപ്പിക്കാനായിട്ട് ഇപ്പൊ പലയിടത്തും 12-15 ലക്ഷം രൂപയൊക്കെ പലരും മേടിക്കുകയാണ്. എന്തിനാണ് ഇത്രയും ചെലവ് വരുന്നത് എന്ന് ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ല. അങ്ങനത്തെ നഴ്സിംഗ് കോളേജസിൽ ശരിക്കും പേഷ്യൻസ് പോലും ഇല്ലാത്ത കോളേജസ് ഉണ്ട്. അതായത് ജസ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിറങ്ങി നഴ്സിംഗ് സർട്ടിഫിക്കറ്റ്. ബാംഗ്ലൂരൊക്കെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് പേഷ്യന്റിനെ കാണുന്നത് ജോലിക്ക് കയറുമ്പോഴാണ്. സാമ്പിളിംഗ് പോലും അറിയാൻ മേലാത്ത നഴ്സുമാരാണ് വരുന്നത്. ഭയങ്കര കഷ്ടമാണ്. പിന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഇത്രയും കാശ് മേടിക്കുന്നു ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന്, എന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, ഒന്നും കൊടുക്കുന്നില്ല. അതെ, അങ്ങനെ പല ഗവൺമെന്റിന്റെ ഒരു പിടിപ്പുകേടാണ്. അതെ, ഇതൊക്കെ ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് പകരമാണ് ഈ മതത്തിന്റെ പുറകെയും അതിന്റെ പുറകെയൊക്കെ ആൾക്കാർ പോകുന്നത്. ഇതൊക്കെയാണ് വിവാദങ്ങൾ. അതെ, ഇതിന്റെ പുറകെയാണ് ശരിക്കും പോകേണ്ടത്. എഡ്യൂക്കേഷൻ, നല്ല പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് അത് വളർത്തി വേണം നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടെർഷ്യറി എഡ്യൂക്കേഷന് വേണ്ടി എയിം ചെയ്യാൻ. പ്രൈമറി എഡ്യൂക്കേഷൻ ഇവിടെ വളരെ പൂറാണ് നമ്മുടെ നാട്ടില്. സ്വതന്ത്ര ചിന്തയുടെ കുറവാണ് ഏറ്റവും, ഒട്ടുമില്ലെന്ന് തന്നെ പറയാം. അതെ. അതുപോലെ ഒരു കാര്യം പറയട്ടെ, ഗവൺമെന്റ് സീറ്റുകളിലൊക്കെ ഡോക്ടർമാരായിട്ടുള്ള പലരും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് IAS IPS ഒക്കെ എഴുതിയിട്ട് അങ്ങോട്ട് മാറും. അപ്പോൾ അത്രയും കഴിവുള്ള ഒരു ഡോക്ടറിന്റെ സേവനം അവിടെ ഇല്ലാതാവുകയാണ്. ഈ പ്രവണത ഒരുപാട് കാണുന്നുണ്ട്. എൻ്റെ ബാച്ചിൽ തന്നെ എത്രയോ പേര് MBBS ഉണ്ട്, MB എഴുതി ഇപ്പൊ പല വലിയ കമ്പനിയുടെയും തലപ്പത്ത് വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സുഖമല്ലേ? എന്തിനീ പേഷ്യൻസിനെ കണ്ട് ബൈസ്റ്റാൻഡേഴ്സിന്റെ ആട്ടും തുപ്പും കേട്ട് ചിലപ്പോൾ ഭയങ്കര വയലൻസ് ആണ്. ഞാനും വയലൻസ് ഫേസ് ചെയ്തിട്ടുള്ളതാണ് ബൈസ്റ്റാൻഡേഴ്സ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജൂനിയർ കൺസൾട്ടന്റ് ജോയിൻ ചെയ്തപ്പം എറണാകുളം മെഡിക്കൽ സെന്ററിൽ
നമ്മൾ ചികിത്സിച്ച ഒരു രോഗി മരണപ്പെട്ടു പോയി. അത് പക്ഷെ ആള് ഭയങ്കരമായിട്ട് മദ്യപിച്ച് ലിവർ ഫെയിലർ ആയിട്ട് ലിവർ ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയതാണ്. അവർക്ക് വേണ്ട ഏറ്റവും ഹൈ എൻഡ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടും അവർക്കറിയാം ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ മരിച്ചു. അപ്പൊ ആ സമയത്ത് ഇവിടെ ട്രാൻസ്പ്ലാന്റിന് ഭയങ്കര ചെലവായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ലെറ്റർ ഒക്കെ എഴുതി കൊടുത്ത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ടു. അവിടെ 12 ലക്ഷം ഉള്ളായിരുന്നു ട്രാൻസ്പ്ലാന്റ് ആ സമയത്തെ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആള് വളരെ സിക്കായി. അവർ വളരെ ട്രൈ ചെയ്തിട്ടും പേഷ്യന്റ് മരിച്ചുപോയി. ഇവര് തിരിച്ചു വന്നു. ആളെ അടക്കമൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ OP കയറി എൻ്റെ ചെയറും കാസാരയും ഒക്കെ എടുത്ത് എറിഞ്ഞ് നാശിപ്പിച്ച് എന്നെ കുറെ പച്ചത്തെറിയൊക്കെ പറഞ്ഞ് ഏതോ ഒരു ഭാഗത്ത് അവരെനിക്കൊന്ന് വൈപ്പിന് എറിയണ്ടായിരുന്നു. അവിടോട്ട് വന്നാൽ നിന്നെ ശരിയാക്കി തരാണെന്നൊക്കെ പറഞ്ഞ് അവർ പോയി. ഞാനങ്ങ് വിഷമിച്ചു പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും തെറി ഞാൻ കേൾക്കുന്നത്. അതും നമ്മൾ ഇത്രയും സഹായിച്ച് ഇത്തരം ചെയ്ത് വിട്ട ഒരു രോഗിയുടെ ഫാമിലി വന്നിട്ട് മകനാണ്, അവന് പയ്യനായിരുന്നു ആ സമയത്ത്, എൻ്റെ അടുത്ത് ഇത്രയും തെറിയൊക്കെ പറയുന്നു. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ആലോചിക്കാനേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനിപ്പോ ട്വിറ്ററിൽ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ഡോക്ടറെ എടുത്ത്, ഇപ്പൊ ഒരു മിഡിൽ ഏജ്ഡ് ഡോക്ടറെ എടുത്ത്, കേരളത്തിലെ ഡോക്ടറെ എടുത്ത്, നിങ്ങൾക്ക് ഡോക്ടർ പണിയല്ലാതെ ഈ ഒരു പണിയുണ്ട്, നിങ്ങൾ റെഡി ആണോ, എല്ലാം സ്മൂത്തായി തരാം, അവർ പോവാ പണിക്ക്. ഈ പരിപാടി വിട്ടിട്ട് അപ്പൊ തന്നെ പോകും. അത്രയ്ക്ക് സ്ട്രെസ് ഉണ്ട്. കേരളത്തിൽ ഒരു ഡോക്ടറുടെ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി ജനറൽ പോപ്പുലേഷനേക്കാളും 10 വർഷം കുറവാണ്. ഡോക്ടേഴ്സ് ആർ ഡൈയിങ് 10 years earlier. അത്രയ്ക്ക് സ്ട്രെസ്സാണ് ഇവിടെ. അത് കുറ്റമായിട്ടും പറയും, നിങ്ങൾ ഡോക്ടർമാർ തന്നെ കണ്ടില്ലേ, ആയുർദൈർഘ്യം കുറവാണ്. അതെ, ഭയങ്കര സ്ട്രെസ്സാണ്. ഇപ്പം എന്റെയൊക്കെ ഹെപ്പറ്റോളജി, ക്യാൻസർ, ഓങ്കോളജി ഒക്കെ ഇല്ല, പീഡിയാട്രിക്സ് ഒക്കെ വിഭാഗമൊക്കെ ഡോക്ടർമാർ എന്ത് സ്ട്രെസ്സാണ്. എമർജൻസി, സൈക്യാട്രി, ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടക്കുന്നത് സൈക്യാട്രി ഡോക്ടേഴ്സിന്റെ ഇടയിലാണ്, അനസ്തെറ്റിസ്റ്റിന്റെ ഇടയിലാണ്, ഈ ക്രിട്ടിക്കൽ കെയർ ഡോക്ടേഴ്സിന്റെ ഇടയിലാണ്. ഭയങ്കര പ്രോബ്ലമാണ് ഇതൊക്കെ. ഡോക്ടർമാരുടെ മെന്റൽ ഹെൽത്ത്, ഡോക്ടർമാരുടെ കാര്യങ്ങളൊന്നും ആരും സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റിയൊന്നും ഇവിടെ ഒരു ഡിസ്കഷനും ഇല്ല. വലിയൊരു പ്രശ്നമാണത്. പൊതുവെ ഒരു കോമൺ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കാശ്, സമൂഹത്തിൽ ആദരവ് കിട്ടുന്നു. അതിപ്പോ എന്തെന്ന് പറഞ്ഞാലും ഒരു ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എനിക്ക് തന്നെ എത്രയോ ലോൺസ് ഉണ്ടെന്നറിയോ, എത്രയോ ഡോക്ടർമാർക്ക് എത്രയോ ലോൺസ് ഉണ്ടെന്നറിയോ, എന്തോരം കടങ്ങളുണ്ടെന്നറിയോ. ഡോക്ടർമാരും മനുഷ്യരാണ്, എല്ലാ മനുഷ്യരെ പോലെ അവർക്കും പല പല പ്രോബ്ലം. അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർമാർക്കുള്ള വില ഈ നാട്ടിൽ ഇല്ല എന്നുള്ളത്. ഒട്ടും ഇല്ല. എന്നു വെച്ചാൽ അവരുടെ വിചാരം ആ ഡോക്ടർ ഓൾറെഡി റിച്ച് ഫെലോ, സുഖം ലൈഫ്, ഇഷ്ടം പോലെ ആരാധകർ, അങ്ങനെയൊന്നും അല്ല, സാധാരണക്കാർ തന്നെയാണ്. UK പോകുന്ന ഈ നേഴ്സിംഗ് പിള്ളേർ തന്നെ, ഇപ്പൊ എൻ്റെ അനിയത്തി നേഴ്സാണ്. അപ്പൊ അവർ പറയുന്ന ഈ സൗദിയിലൊക്കെ ജോലി ചെയ്യുന്ന വെച്ചിട്ട് UK ചെല്ലുമ്പോൾ ഇവിടെ ഒരു ഡോക്ടറിന് ലഭിക്കുന്ന ബഹുമാനമാണ് അവിടെ ഒരു നേഴ്സിന് അവര് കൊടുക്കുന്നത്. നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നറിയോ. അമേരിക്കയിലൊക്കെ നേഴ്സ് പറയുന്നത് ഡോക്ടർമാർ കേൾക്കും. നേഴ്സ് പ്രാക്ടീഷണർ സംഭവമുണ്ട്, NP എന്നൊരു സംഭവമുണ്ട്. അത് ഡോക്ടർമാരുടെ ലെവലിൽ തന്നെയുള്ള അതോറിറ്റി, വർക്കിംഗ് പവർ ആണ് അവർക്ക്. ഇവിടെ നേഴ്സുമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ശരിക്കും. അതുപോലെ എന്ന് വെച്ചാൽ അതുപോലെ സമൂഹം അവരെ കണ്ടിട്ടാണ്, ഡോക്ടർമാർ അവരെ അങ്ങനെ ഡീൽ ചെയ്തിട്ടാണ്. അവരെ മാലാഖമാരെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യരായി കണ്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇതിങ്ങനെ നഴ്സുമാരുടെ ഒക്കെ അവസ്ഥ ഇവിടെ ദയനീയമാണ്. എൻ്റെ അടുത്ത് ചോദിച്ചാല് വളരെ കഷ്ടമാണ്. ഒരു കാര്യം, ഒന്ന് ക്വാളിറ്റി ഓഫ് കെയർ ആണ്. അതായത് പല നഴ്സുമാർക്കും നമ്മൾ ശരിക്കും ചോദിച്ച പേഷ്യന്റിനെ പറ്റി ഒന്നും അറിയത്തില്ല. അവർക്കും ഇതൊരു ജോലി വരെ അവർ കണക്കാക്കുന്നത്. എന്തായാലും അവർക്ക് സമൂഹത്തിൽ ഒരു വിലയില്ല എന്നുള്ളൊരു ഇത്, എങ്ങനെ ഈ ജോലി അങ്ങ് ചെയ്ത് പോവാന്നുള്ള ഒരു ലെവലിലാണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുത്താൽ അതുപോലെ അവരുടെ വർക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇപ്പൊ ഒരുപാട് അതെ സെലിബ്രിറ്റികൾ പോലും, ഡോക്ടറിന് തന്നെ അറിയില്ല, സാമന്ത അവരൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ ഇപ്പൊ നന്നായിട്ട്. ഇപ്പൊ ആരും വലിയ ടിപ്പൊന്നും കൊടുക്കുന്നില്ല. ആ ഒരു സംഭവം ഒന്ന് വിശദീകരിക്കാമോ? അത് എനിക്ക് തോന്നുന്നത് പല സെലിബ്രിറ്റീസ് അവർക്കൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കണമല്ലോ സോഷ്യൽ മീഡിയയിലും അല്ലാതൊക്കെ. അല്ലാതെ അവരുടെ വാല്യൂ ഇല്ലല്ലോ, അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, വേറെ ഒന്നും കാണിക്കാനും ഇല്ല, ഒന്നും പറയാനും ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പം നുഴഞ്ഞു കയറുന്ന സാധനമാണ് ഈ ഹെൽത്ത് കെയർ. അപ്പോൾ അവർ ഒന്നെങ്കിലും പറയും എൻ്റെ സ്കിൻ കെയറിന്റെ ഇത് ഇന്ന സപ്ലിമെന്റ്സ് ആണ്, അല്ലെ എക്സസൈസ് ചെയ്യുന്നതിന്റെ രഹസ്യം, എൻ്റെ മസിലിന്റെ രഹസ്യം ഈ പ്രോട്ടീൻ സപ്ലി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹെൽത്ത് കെയർ ടിപ്സ് ഒക്കെ കൊടുക്കുന്ന പല പല സെലിബ്രിറ്റീസ് ഉണ്ട്. അവര് അത് ചെയ്യുന്നത് ആൾക്കാർക്ക് വേണ്ടി, പൊതുജനത്തിന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി തന്നെയാണ്. അവരുടെ എൻഗേജ്മെന്റിന്, അവരുടെ മോണിറ്റൈസേഷനൊക്കെ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അത് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില സെലിബ്രിറ്റീസ് കംപ്ലീറ്റ് ഒരു വെളിവില്ലാതെ ചിലപ്പം സംസാരിക്കും. അങ്ങനെ ഒന്നാണ് ഈ സമാന്ത ചെയ്തതും. അത് കഴിഞ്ഞിട്ട്
നയൻതാരയൊക്കെ ചെയ്തത്. സമാന്ത പറഞ്ഞത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ഒരു കാര്യമായിരുന്നു. അതായത് ഈ വൈറസിന് ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് വലിക്കാനൊക്കെ പറയുന്നത്, നെബുലൈസ് ഒക്കെ ചെയ്യാനാണ് പറയുന്നത്. ലങ്സ് ഒക്കെ അടിച്ചു പോകും. ലങ്സ് ഇല്ലെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻ ഒന്നും വരത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണത്. നയൻതാര പറയുന്നത് ഹൈബിസ്കസ് ടീ, ചെമ്പരത്തി എന്നുള്ള ചായ കുടിച്ചാൽ ഡയബറ്റീസ് ഒക്കെ മാറുമെന്നാണ്. അവർക്കൊരു ചായക്കടയുണ്ട്, വലിയൊരു ചായ ഷോപ്പ് ഉണ്ട് അവർക്കൊരു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് ഈ ഹൈബിസ്കസ് ടീ അങ്ങനെ സാധനമൊക്കെ വിൽക്കുന്നുണ്ട് അവര്. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞാന്ന് തോന്നുന്നു, അല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു ആരോഗ്യപരമായ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടത്തില്ല. ഇതിനെതിരെ കൃത്യമായിട്ടൊരു ആക്ഷൻ വന്നത് ഡോക്ടറിന്റെ ഭാഗത്തു നിന്നാണ് തോന്നുന്നു. അത് പല ദേശീയ മാധ്യമങ്ങളിലൊക്കെ അത് കയറി പല നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ വരെ വാർത്തയായി. ഏറ്റവും അവസാനം അവരുടെ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പിൻവലിച്ച്, പിന്നെ അവര് ഇപ്പം സമാന്ത ഇടുന്ന കുറെ ഹെൽത്ത് കെയർ വീഡിയോസ് അവർ ഇടുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഇപ്പം ഡിസ്ക്ലെയിമർ വരുന്നുണ്ട്, ഈ പറയുന്നതൊന്നും മെഡിക്കൽ ഇതല്ല, അങ്ങനെ ആരും എടുക്കണമെന്നൊക്കെ പറഞ്ഞ അടുത്തത് വെച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല, എന്തും പറയാനല്ലോ. ഡോക്ടർ പറഞ്ഞല്ലോ ഈ കരള് പകുതിയോളം മാറ്റിയാലും 4 ആഴ്ച കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴും കരള് പോലും ദാനം ചെയ്യാനായിട്ട് ആളുകൾക്ക് ഇപ്പോഴും വലിയ പേടിയാണ്. അപ്പം ഈ കരൾ അവയവദാനത്തില് 2 തരത്തിലുള്ള അവയവദാനമാണ്. ഒന്ന് കഡവർ ഡൊണേഷൻ എന്ന് പറയും. അതായത് ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള വ്യക്തിയുടെ അവയവങ്ങള് ആ വ്യക്തിയുടെ ഫാമിലി തീരുമാനിക്കുകയാണ് വോളണ്ടറി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാണ് വേറെ രോഗികൾക്ക് വേണ്ടി. അതാണ് ബ്രെയിൻ ഡെഡ് ഡൊണേഷൻ, കഡവർ ഡൊണേഷൻ. രണ്ടാമത് ലിവിങ് ഡൊണേഷൻ ആണ്. അതായത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് അവരുടെ കരളിന്റെ ഒരു ഭാഗം നമ്മൾ രോഗിക്ക് കൊടുക്കുകയാണ്. ബ്രെയിൻ ഡെഡ് ഡൊണേഷനിൽ ഫുള്ള് ലിവർ കിട്ടും. ഈ ലിവിങ് ഡോണറിൽ നമ്മളൊരു പകുതി കുറച്ച് എടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് ഡോണറിന് വേണം സർവൈവ് ചെയ്യാൻ. അപ്പൊ ബാക്കിയുള്ള ലിവറും വളരും. ഈ എടുത്ത് മാറ്റി പേഷ്യന്റിന് കൊടുത്ത ലിവറും പെട്ടെന്ന് വളരും. അതാണ് ലിവറിന്റെ ഒരു പ്രത്യേകത. വേറെ ഒരു അവയവം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കിഡ്നി ഒക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഒരെണ്ണം പിന്നെ കിട്ടില്ല. കിഡ്നി നമുക്ക് 2 എണ്ണം ഉള്ളത് ഡാമേജ് ആകുമ്പോൾ 3ാമതൊരു കിഡ്നിയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതായത് കിഡ്നി എടുത്ത് കളയുന്നില്ല. ഓ, അങ്ങനെയാണോ? അങ്ങനെയുണ്ട്. ലിവർ എടുത്ത് കളയും, ചീത്ത ലിവർ എടുത്ത് കളഞ്ഞിട്ട് ആ സ്ഥലത്താണ് നമ്മൾ പുതിയ ലിവർ വെക്കുന്നത്. അപ്പൊ ഈ സ്വീകരിക്കുന്നയാൾക്ക് 3 കിഡ്നി ഉണ്ടാവും. 3 കിഡ്നി ഉണ്ടാവും. ഓ, അങ്ങനെയാണ്. അതിന്റെ കൂടെ ഫിക്സ് ചെയ്യാണ് കിഡ്നി. അതാണ് നമ്മൾ ഈ ഓർത്തോട്ടോപ്പിക് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. ഓർത്തോട്ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ അവയവം എവിടെ ഇരുന്നോ അവിടെ തന്നെ ആയിരിക്കും പുതിയ അവയവം വരാൻ പോകുന്നത്. ഹെറ്ററോട്ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആ അവയവം ഇരിക്കുന്നിടത്തല്ല, വേറൊരു സ്ഥലത്തായിരിക്കും പുതിയ അവയവം വരുന്നത്. ഇപ്പൊ കിഡ്നിയൊക്കെ യൂഷ്വലി ഹെറ്ററോട്ടോപ്പിക് ആണ്. ഈ അവയവദാനം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇപ്പോഴും പേടിയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മരുന്നിൽ തന്നെ കൊടുത്തയാളും ഡോണറും ജീവിക്കേണ്ടി വരും, അതുപോലെ സ്വീകരിക്കുന്നയാൾ ഒരുപാട് കാലം ഇതുകൊണ്ട് ജീവിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ പൊതുജനത്തിനിടയിലുള്ള പല തെറ്റിദ്ധാരണകളാണ്. അതിന്റെ ഒരു വലിയൊരു ഘടകം എനിക്ക് തോന്നുന്നത് സിനിമകളും മീഡിയയാണ്. അപ്പൊ മീഡിയ ഒക്കെ എപ്പോഴും വലിയ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത്, അതായത് നമുക്ക് അറിയാവുന്ന നടന്മാരോ സെലിബ്രിറ്റീസ് ഒക്കെ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മരണപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പൊക്കി കാണിക്കും ഈ മീഡിയ. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പൊതുജനത്തിൽ വരും. അപ്പം അവരെ അറിയുന്നില്ല, ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ചടങ്ങാണ്, വലിയൊരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിനകത്ത് വളരെ സിക്കായിട്ട് വളരെ മോശമായിട്ട് രോഗി വന്നിട്ട് അവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കുറയാണ്. നമ്മൾ കറക്റ്റ് ടൈം, ഒരു വിൻഡോ ഉണ്ട്, നല്ല ടൈമിംഗ് ഉണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യാൻ. ആ സമയത്ത് നമ്മൾ കരളുമായിട്ട് മാറ്റിവെക്കലൊക്കെ ചെയ്താൽ ആ പേഷ്യന്റിനും ബെനിഫിറ്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ചെയ്യാത്തവരിലാണ് ഈ മരണവും ഇൻഫെക്ഷനും റിജക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ടൈമിലി ചെയ്യുന്ന 100,000 ആൾക്കാർ രക്ഷോട്ട് പോകുന്ന കാര്യം ആരും ഇവിടെ പറയുന്നില്ല. എൻ്റെ തന്നെ എത്രയോ രോഗികൾ രക്ഷോട്ട് പോയിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റ്. നമ്മൾക്ക് വലിയ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഉണ്ട്. കേരളത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രോഗ്രാം നമ്മുടെയാണ്. എത്രയോ രോഗികൾ നമ്മൾ രക്ഷപ്പെടുത്തി വിടുന്നുണ്ട് കറക്റ്റ് ടൈമിൽ കരൾ മാറ്റി വെച്ച്. അപ്പൊ ഈ കരൾ മാറ്റി വെക്കുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് ആൾക്കാർ കാണുന്നത്. പക്ഷെ അത് നെഗറ്റീവ് അല്ല, അതൊരു പോസിറ്റീവ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ആ കരൾ മാറ്റി വെച്ചാൽ നമുക്ക് ലോങ് ലൈഫ് കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ കരൾ മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡിസിഷനാണ്, അല്ലാതെ നെഗറ്റീവ് ഡിസിഷൻ അല്ല. അപ്പൊ ആൾക്കാരിൽ അങ്ങനെ ഒരു ചിന്ത വരണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പം പല അസുഖങ്ങൾക്കും പോയിട്ട് ഓരോ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ്. അതുപോലെയാണ് ഇതും ഒരു ചികിത്സാ രീതിയാണത്. ഒരു ചികിത്സയുടെ ഒരു വലിയൊരു ഘടകമാണ് ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പൊ അതിനകത്ത് നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. ഈ കരള് ദാനം ചെയ്യുന്നത് ഏറ്റവും റിസ്ക് കുറഞ്ഞൊരു കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? കരള് ദാനം ചെയ്ത്, അതായത് നമ്മളിപ്പം ബ്രെയിൻ ഡെത്ത് ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു റിസ്ക്കും ഇല്ല. പേഷ്യന്റ് ഓൾറെഡി ബ്രെയിൻ ഡെഡ് ആണ്, നമ്മൾ കരൾ എടുത്ത് കൊടുക്കുന്നത്. പക്ഷെ ലിവിങ് ഡൊണേഷനകത്ത് സാധാരണ നമ്മൾ കിഡ്നി എടുത്ത് കൊടുക്കുന്നത് പോലെ അല്ല. എന്ന് വെച്ചാൽ കരൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അതിനകത്ത് ആർട്ടറി ഉണ്ട്, അതായത് പല ടൈപ്പ് ഓഫ് രക്തക്കുഴലുണ്ട്. ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, ബൈൽ ഡക്റ്റ് ഉണ്ട്, പിന്നെ ലിവർ ഒരു പ്രത്യേകതര ഓർഗനാണ്. അതിന് 3 തരത്തിലുള്ള രക്തക്കുഴലാണ്. ഹെപ്പാറ്റിക് ആർട്ടറി ഉണ്ട്, ഹെപ്പാറ്റിക് വെയിൻ ഉണ്ട്, പോർട്ടൽ വെയിൻ എന്ന് പറയുന്ന സാധനമുണ്ട്.
അപ്പൊ 3 രക്തക്കുഴലുള്ള ഒരു അവയവമാണത്. വേറെ അവയവങ്ങൾക്ക് അങ്ങനെ ഇല്ല. പിന്നെ ഉള്ളത് ബൈൽ ഡക്റ്റ്, ഈ പിത്തനാളികൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തുന്നിപ്പിടിപ്പിക്കണം. ഇത് നമ്മൾ ഡോണറിൽ നിന്ന് എടുക്കുമ്പം ഡോണറിന് ഇതിനകത്തൊന്നും ബ്ലീഡിങ്ങോ ലീക്കോ ഒന്നും വരാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഡോണറിന്റെ എടുക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കോംപ്ലക്സ് സർജറിയാണ്. പക്ഷേ ഈ ചെയ്യുന്ന സർജന്മാരുടെ കൈയൊക്കെ തഴമ്പിച്ച കൈകളാണ്, കണ്ണടച്ച് ചെയ്യുന്ന പാർട്ടീസാണ്. ഒരു സർജറി ചെയ്യാൻ എത്ര മണിക്കൂർ? ഒരു മിനിമം 8 തൊട്ട് 12 മണിക്കൂർ എടുക്കും. ചില കോംപ്ലക്സ് സർജറീസ് 16 തൊട്ട് 18 മണിക്കൂർ വരെ പോയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് സംഭവമുണ്ട്. സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് രസകരമായ കാര്യമാണ്. അതായത് ഇപ്പം എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അദ്ദേഹത്തിന് എ ഗ്രൂപ്പാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ എ ഗ്രൂപ്പോ ഒ ഗ്രൂപ്പോ ഇല്ല. അദ്ദേഹത്തിന് ലിവർ കൊടുക്കാൻ വേണ്ടി സെയിം ഗ്രൂപ്പ് ആയിരിക്കണം, ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം, അല്ലെ ഒ ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പൊ സെയിം ഗ്രൂപ്പോ അല്ലെ എ ഗ്രൂപ്പോ ഇല്ല, ഒ ഗ്രൂപ്പോ ഇല്ല. പക്ഷെ വേറൊരു ഫാമിലി ഉണ്ട്, അവർക്ക് എ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ അവരുടെ പേഷ്യന്റ് ബി ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഫാമിലിയിൽ ബി ഉണ്ട്, പക്ഷെ എയോ ഓയോ ഇല്ല. അപ്പം ഇദ്ദേഹത്തിന് എ ഗ്രൂപ്പ് വേണം, ഈ ഫാമിലിക്ക് ബി ഗ്രൂപ്പ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വാപ്പിങ്, അതായത് ഈ ഫാമിലി ഇവർക്ക് എ കൊടുക്കും, ഈ ഫാമിലിയിൽ നിന്ന് ആ ഫാമിലിയിൽ നിന്ന് ഇവർക്ക് ബി കിട്ടും. സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ്. അവിടെ 4 ട്രാൻസ്പ്ലാന്റ് ആണ്, 4 സർജറി ഒരുമിച്ച് നടക്കുന്നത്. അതായത് 2 പേഷ്യന്റിന്റെയും 2 ഡോണറിന്റെയും. അതൊക്കെ ചിലപ്പോൾ 24 മണിക്കൂറൊക്കെ പോകും. അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സർജറീസ് ആയിരുന്നു നമ്മൾ ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ഏജിങ് പോലെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നുവെന്ന് പലയിടത്തും വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ പണമുള്ളവർക്ക് നിത്യ യൗവനം നേടാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള വൈദ്യശാസ്ത്രത്തിന്റെ സാധ്യതകൾ അതൊക്കെ ഉടനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഒട്ടുമില്ല. പക്ഷെ അതിപ്പോ ഭയങ്കര ഹൈപ്പാണ്. ഈയിടെ ഇന്ത്യ വന്നിരുന്നു ഒരാള്, ബ്രയൻ ജോൺസൺ, ഡോണ്ട് ഡൈ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അയാൾ നടത്തുകയാണ്. അതിനകത്ത് അയാൾ മാത്രമേ ഉള്ളൂ. അയാളുടെ പൊക്കത്ത് പല പല കാര്യങ്ങളും ചെയ്യാണ് അയാളുടെ ഏജ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. അതായത് ആളുടെ മകന്റെ ബ്ലഡ് വരെ എടുത്ത് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി അയാൾ ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മയൊക്കെ എടുത്ത് ട്രാൻസ്ഫ്യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ സ്കിൻ കെയർ, പല പല മരുന്ന്, ഏകദേശം 91 സപ്ലിമെന്റ്സോളം ആൾ കഴിക്കുന്നുണ്ട് ഈ ഏജിങ് റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഏജിങ് എന്ന് പറയുന്ന ഒരു അത് ശരിക്കും ഒരു ശാസ്ത്രപരമായ ഒരു ബ്രാഞ്ചാണ്, സ്റ്റഡി ഓഫ് ഏജിങ്. അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ സയന്റിസ്റ്റുകളും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ എലികളിലും മൗസ് മോഡൽസിലും റാറ്റ് മോഡൽസിലും പന്നികളിലൊക്കെ ഈ ഏജിങ്ങിന് വേണ്ടിയുള്ള പല പല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഏജിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന പല പല ജീൻസും എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ജീൻസിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് ഉണ്ട്, ഈ ജീൻസുകളെ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറെ ഐഡിയ ഉണ്ട്. പക്ഷെ അതൊന്നും ക്ലിനിക്കലി മാറ്റാൻ വേണ്ടിയുള്ള, ക്ലിനിക്സിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള, പ്രാക്ടീസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പഠനമോ ഒരു എവിഡൻസും ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പണ്ട് പറയായിരുന്നു, ഈ വൈൻ കുടിക്കുന്നവരിൽ ഏജിങ് കുറയും, യൗവനം കൂടുതൽ വരും എന്നൊക്കെ പറഞ്ഞു. ഒരു റെസ്വെറട്രോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു സപ്ലിമെന്റ്. അത് ഈ വൈനിനകത്താണ് ആദ്യം അവർ കണ്ടുപിടിച്ചത്. അപ്പൊ വൈൻ കുടിക്കുന്നവർക്ക് ഈ സാധനം കാരണമാണ് കൂടുതൽ ജീവിക്കുന്നതും ഏജിങ് കുറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ പഠനങ്ങൾ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് 20 കൊല്ലമായിട്ട് നടത്തിയ അതിന്റെ പഠനങ്ങളെല്ലാം, ഒരു ഇന്ത്യക്കാരനാണ് മെയിനായിട്ട് ചെയ്തത്, ആ പഠനങ്ങളെല്ലാം ഫ്രോഡാണെന്ന് ഈടെത്തെളിഞ്ഞു. അതായത് അതിനകത്തുള്ള പഠനങ്ങളുടെ റിസൾട്ടും കൺക്ലൂഷനും അതിൻ്റെ എല്ലാം ആള് കുത്തിപ്പൊക്കി ഉണ്ടാക്കിയതാണ്, ഫേക്ക് ആയിരുന്നു. അപ്പൊ അതോടെ ആ പരിപാടി അവിടെ തീർന്നു. ഇപ്പൊ റെസ്വെറട്രോളിനെ പറ്റി ആരും അധികം സംസാരിക്കുന്നില്ല. അങ്ങനെ പല പല ആന്റി ഏജിങ് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റും സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട്. അതിനെപ്പറ്റി പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം നമ്മൾ മരിക്കും. ഏജിങ് ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അതിനെ നമ്മൾ കുറച്ചുകൊണ്ടും കൂട്ടിക്കൊണ്ടും എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്താ നേടാൻ പറ്റുന്നത്. ഓൾറെഡി നമ്മൾ ഓവർ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയാണ്, ഇഷ്ടംപോലെ ആൾക്കാർ. അതിനകത്ത് ഏജിങ്ങും കൂടെ കുറച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഏജിങ് ശരിക്കും സയന്റിഫിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലിവറിന് തന്നെ കാര്യം എടുത്തോ. ലിവർ ഒരു ഭയങ്കര ഹൈലി റീജനറേറ്റിംഗ് ഓർഗനാണ്. നമ്മൾ ഒരു ഹെൽത്തി ലിവർ എടുത്ത് കട്ട് ചെയ്താൽ ആ ഒരു ഹാഫ് ഒരു ഫുൾ ലിവറായി മാറും 4 ആഴ്ചക്കുള്ളിൽ. അതായത് 500 ഗ്രാം 600 ഗ്രാം എന്നുള്ളത് 1.5 കിലോ ആയി മാറും 4 ആഴ്ചക്കുള്ളിൽ. അത്രയ്ക്ക് ഫാസ്റ്റ് ആണ് ഈ ലിവറിന്റെ വളർച്ച. അപ്പം ആ പകുതി ലിവർ, ഇപ്പം എൻ്റെ ലിവർ എടുത്ത് മാറ്റിയിട്ട് ആ പകുതി ലിവർ വെച്ചാൽ എൻ്റെ ശരീരത്തിന് എത്രമാത്രം ലിവറിന്റെ ആവശ്യമുണ്ടോ, അപ്പം എനിക്കൊരു 60 കിലോ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 കിലോ ലിവറിന്റെ ആവശ്യമുണ്ട് എൻ്റെ ബോഡിക്ക് വർക്ക് ചെയ്യാൻ. അപ്പോൾ 1.5 കിലോ ആകുമ്പം ഈ ലിവർ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യാണ് വളർച്ച. ചിലപ്പോൾ അതൊക്കെ ജീൻസ് ആണ്
അതൊക്കെ തീരുമാനിക്കുന്നത്. പല പല ജീൻസ് ആണ് തീരുമാനിക്കുന്നത്. ലിവർ എപ്പം ഒരാളിൽ വളർന്ന് നിൽക്കണം, ഇത്രമാത്രം വെയിറ്റ് ഉള്ള ഒരാളിൽ എത്രമാത്രം വളരണം, എങ്ങനെ വളരും, ഇതൊക്കെ തീരുമാനിക്കുന്ന ഈ ജെനറ്റിക്സ് ആണ്. അപ്പൊ ഈ ഏജിങ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് പിന്നീട് ഓർഗൻ കൾച്ചറൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കൊരു അവയവം ലാബിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ബ്രെയിൻ ഡെഡ് ആൾക്കാരിൽ നിന്നൊക്കെയാണ് നമ്മൾ അവയവങ്ങളൊക്കെ എടുത്ത് വേറെ ആൾക്കാരിൽ കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഈ ഏജിങ്ങിനെ പറ്റി പഠിച്ചാൽ ഇങ്ങനത്തെ കുറെ ജെനറ്റിക് രീതികൾ നമുക്ക് അറിഞ്ഞു വരുമ്പം പുതിയ പുതിയ അതായത് ഫ്യൂച്ചറിലോട്ട് ഓർഗൻ കൾച്ചേഴ്സും, അതായത് നമുക്ക് ലാബിലോ അവയവങ്ങൾ വളർത്തി അത് രോഗികൾക്ക് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനൊക്കെ സാധിക്കും. അപ്പൊ ആ രീതിയിൽ യെസ് ഒരു ഫ്യൂച്ചർ ഉണ്ട്. പക്ഷെ അല്ലാതെ നമ്മളൊരു വ്യക്തി എന്നുള്ള ഫുൾ ഏജിങ് ഒക്കെ റിവേഴ്സ് ചെയ്ത് ആളെ യൗവനത്തിലോട്ട് ഈ ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്നൊക്കെ പറയുന്ന മാതിരി പരിപാടിയൊക്കെ ഇപ്പോഴും ഒരു മിഥ്യയാണ്. അതൊക്കെ വെറുതെയാ. അപ്പൊ ഈ ടെലോമിയർ ഷോർട്ടനിങ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെയുണ്ട്. ടെലോമിയർ ഷോർട്ടനിങ് ഒരു 100 വർഷത്തിനപ്പുറം എങ്കിലും ഒരു പക്ഷേ സാധ്യത ഉണ്ടാവില്ലേ? പല പല കാര്യങ്ങളിലും പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എത്രമാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ള ഇപ്പൊ നമുക്കറിയില്ല. ഇപ്പൊ തന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ 2025 പുതുതായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം ലിവറിന്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ലിവർ ഓൺ എ ചിപ്പ് എന്നൊരു സാധനം വരുന്നുണ്ട്. അതായത് ഓർഗൻസ് ഓൺ എ ചിപ്പ്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡീനെ ഒരു ചെറിയ ചിപ്പിലാക്കുന്നു. അതിനകത്ത് ബ്രെയിൻ ഉണ്ടാവും, ഹാർട്ട് ഉണ്ടാവും, ലിവർ ഉണ്ടാവും, ചെറുകുടലൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ മരുന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് അത് കൊടുക്കണ്ട, നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ആ മരുന്ന് ആ അവയവങ്ങൾ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യും നമുക്ക് ഈ ചിപ്പിൽ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡ്രഗ് ടെസ്റ്റിങ്ങിന്റെ ഒക്കെ ഫ്യൂച്ചർ ഇപ്പൊ ഈ ചിപ്പിലോട്ട് മാറും താമസിക്കാതെ. മനുഷ്യരിൽ നമുക്ക് അവരെ ഇപ്പം ആനിമൽ ടെസ്റ്റിംഗ് ഒക്കെ പലതും നിന്നില്ലേ, ഈ പെർഫ്യൂംസും അതൊക്കെ ആനിമൽ ടെസ്റ്റിംഗ് ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല. അതിപ്പം ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഈ ചിമ്പാൻസികളെ, വെള്ളേലികളെയൊക്കെ ക്രൂരമായി. ഇല്ലില്ല, ഇപ്പൊ വളരെ എത്തിക്സ് ഓഫ് ആനിമൽ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ പൊക്കത്തൊക്കെ റെഗുലേറ്ററി ബോഡീസ് ഒക്കെ ഉണ്ട്. ചിമ്പാൻസികളൊന്നും പണ്ടത്തെ പോലെ ഒന്നും ഇല്ല. ഇപ്പം ചില രോഗങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഒക്കെ നമുക്ക് ശരിക്കും പഠിക്കണമെങ്കിൽ ഈ പ്രൈമേറ്റ്സിൽ പഠിക്കണം. മനുഷ്യർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കൊടുത്ത് മനുഷ്യരിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, അത് ആരും സമ്മതിക്കത്തില്ല. പക്ഷെ അതുപോലെ തന്നെ ഈ വൈറസിനെ ഉൾക്കൊണ്ട് അത് എന്താണ് ശരീരത്തിലൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രൈമേറ്റ്സിൽ ഇതുപോലെ ചിമ്പാൻസീസിലൊക്കെ ഉള്ള ഈ വൈറസിന്റെ മോഡൽസ് ഉണ്ട്. അപ്പൊ അതിൽ അങ്ങനെ പഠിച്ചാണ് നമ്മൾ ഈ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ അതും മാറി ഇതുപോലെ ചിപ്പുകളായി മാറും. എല്ലാം ഒരു ലാബ് ബേസ്ഡ് ഇതായി മാറും. അതുപോലെ ഈ എലോൺ മസ്കിന്റെ ഈ ന്യൂറാലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവിയിൽ ഒരു ഡിജിറ്റൽ ഇമ്മോർട്ടാലിറ്റി ഒക്കെ വരും. നമ്മുടെ ചിന്തകളൊക്കെ ഒരു പ്രോസസ്സറിലോ അങ്ങനെ നമ്മളൊരു റോബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ കുറെ ഐഡിയകളൊക്കെ. ഇതെല്ലാം ഉടനെ ഒന്നും പ്രതീക്ഷിക്കില്ല. ഇതെല്ലാരും കണ്ടിരിക്കേണ്ടതാണ്. ഒരു ബ്ലാക്ക് മിറർ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഉണ്ട്, ഒരു സീരീസ്. എനിക്ക് തോന്നുന്നത് ആമസോൺ പ്രൈമിലുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡും ഈ ഫ്യൂച്ചറിസ്റ്റിക് ഇതിനെ പറ്റിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു എപ്പിസോഡ് ഉണ്ട്, അതിന്റെ പേരാണ് സാൻ ജൂണിപ്പറോ. അതെല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഈ പറയുന്ന പോലെ ഡിജിറ്റൽ ഇമ്മോർട്ടാലിറ്റി ആണത്. അതായത് മനുഷ്യരുടെ കോൺഷ്യസ്നെസ്സും സബ് കോൺഷ്യസ്നെസ്സും ഒക്കെ ഒരു ചിപ്പിലാക്കി മാറ്റിയിട്ട് അവർക്ക് വേണ്ട ഒരു എൻവയൺമെന്റിലോട്ട് അതിനെ പതിപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ മരണശേഷം അവർ ആ എൻവയൺമെന്റിലും ആ ഒരു സ്ഥലത്തും അവർ പെർമനന്റ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് സന്തോഷമായിട്ട് അവർക്ക് വേണ്ടതുപോലെ. അങ്ങനെ സംഭവമാണ്. അതപ്പോ അതിനെപ്പറ്റിയൊക്കെ സീരിയൽ വരെ ഇറങ്ങിയിട്ടുണ്ട്, ഡിജിറ്റൽ ഇമ്മോർട്ടാലിറ്റി. പക്ഷെ അത് എത്രമാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഇപ്പൊ ജസ്റ്റ് അതിനെ പറ്റിയൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഓൾറെഡി ആൾക്കാർ ഇതിനെപ്പറ്റി, ഇത് വളരെ പഴയ ഒരു സീരിയലാണ്, ബ്ലാക്ക് മിററിലെ സാൻ ജൂണിപ്പറോ എന്ന് പറഞ്ഞ എപ്പിസോഡ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണത്. അതുപോലെ കുറെ സിനിമകളുണ്ടല്ലേ, എലീഷ്യം, ചാപ്പി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ചാപ്പി, അതെ അതെ. അതിലൊക്കെ ഈ പറയുന്ന പോലെയുള്ള റോബോട്ടിലേക്ക്. പിന്നെ അവതാർ ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡിൽ വില്ലൻ വീണ്ടും ഇപ്പൊ തേർഡ് വരുന്നുണ്ട്, ഫയർ ആൻഡ് ആഷ് അവതാറിന്റെ.